വെൽക്കം ടു ആര്യശാസ്ത്രം. മേടൻ രാശികളുള്ള ഇന്നത്തെ എനർജി നോക്കാം. 2 കാർഡ് കിട്ടിയിട്ടുണ്ട്. ഏസ് ഓഫ് സ്വേർഡ്സും പേജ് ഓഫ് പെൻറ്റക്കിളും. നല്ല 2 കാർഡിലാണ് കിട്ടിയിരിക്കുന്നത്. ഫൈനാൻസ് പരമായിട്ട് പുതിയ ഒരു വരുമാനം, ഒരു സോഴ്സ് ഏതെങ്കിലും ഒന്ന് ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. ഏതെങ്കിലും ജോലി നോക്കുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയമാണെങ്കിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉടനെ തന്നെ കിട്ടുന്നതാണ്. അതല്ല, പുതിയ ജോലിക്ക് പഠിത്തമൊക്കെ കഴിഞ്ഞ് ശ്രമിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതിന് ഉടൻ തന്നെ ഒരു ഓഫർ, നല്ലൊരു ഓഫർ ഉടൻ തന്നെ വരാനും അതുമൂലം സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകാനും കാർഡ് കാണിക്കുന്നുണ്ട്. എന്താണ് ദൈവം പറയുന്നത് കൂടെ നോക്കാം. ഡിസീറ്റ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. കിട്ടുന്ന ഓഫറുകൾ നല്ലപോലെ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകണം. മാനസികമായിട്ട് അതിനെ പ്രിപ്പയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെയുള്ള ഓഫർ കിട്ടണമെന്നില്ല. ചിലരിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാകാനുമുള്ള ചാൻസ് കാണുന്നുണ്ട്. അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് മുന്നേറണം. മറ്റുള്ളവരുമായിട്ട്, അതായത് വാക്ക് തർക്കങ്ങളിലും ഒന്നും ഇടപെടാതെ അവനവൻ്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് ബുദ്ധിയോടുകൂടി നല്ലത് നോക്കി സെലക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാനുള്ള നോക്കണം. ആരുമായിട്ട് വഴക്കും കാര്യങ്ങളിലും ഇടപാടിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഫ്യൂച്ചറിനെ കുറിച്ചൊരു കാർഡോടെ എടുക്കാം. ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ട്. ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും വിശ്വസിക്കുന്ന ദൈവം ഏതായാലും അവർ പ്രാർത്ഥിച്ച്, നന്നായി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് മെഡിറ്റേറ്റ് ചെയ്തിട്ട് വേണം ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ. നീ ഉദ്ദേശിക്കുന്ന കാര്യം എന്തായാലും നിന്നോടൊപ്പം ഞാനുണ്ടെന്ന് ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നങ്ങൾ മാനസികമായിട്ട് തോന്നുന്നെങ്കിലും അതിനെല്ലാം മാറ്റിയിട്ട് ഭഗവാനോട് നല്ലപോലെ പ്രെയർ ചെയ്തിട്ട് എൻ്റെ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുക. കാര്യം ശുഭമായിട്ട് മാറുമെന്നാണ് നിങ്ങൾക്ക് ഇന്നത്തെ കാർഡിൽ കിട്ടിയിരിക്കുന്നത്. നെഗറ്റീവ് എനർജി എല്ലാവരുടെയും ഉള്ളതാണ് പോസിറ്റീവിനോടൊപ്പം. അതുകൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവിനെ അക്സെപ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നെഗറ്റിവിറ്റിയെ മാറ്റാൻ വേണ്ടി മനസ്സിനെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം മുന്നോട്ട് നീങ്ങാൻ. ദൈവത്തിൻ്റെ ഹെൽപ്പ് എപ്പോഴും ഉണ്ട്. വിശ്വസിക്കുക, എങ്കിൽ കൂടെ ഉണ്ടാവും ദൈവം എപ്പോഴും. ഇതാണ് ഇന്നത്തെ മേട രാശിക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ്.